ബഡ്ജറ്റ് അവതരണം നടന്നു. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും പരിഗണിച്ചുകൊണ്ടുള്ള വികസന പദ്ധതികളാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. വേങ്ങൂർ ഗ്രാമപഞ്ചായത്തിന്റെ 2026-2027 വർഷത്തെ ബഡ്ജറ്റ് പ്രസിഡന്റ് പ്രസാദ് PC-യുടെ അധ്യക്ഷതയിൽ കൂടി. വൈസ് പ്രസിഡന്റ് സാബി ബിജു ബഡ്ജറ്റ് അവതരിപ്പിച്ചു. വയോജനങ്ങൾ, ഭിന്നശേഷിക്കാർ, വനിതകൾ തുടങ്ങി വികസന പ്രക്രിയയിൽ ഒരാളും ഒഴിവാക്കപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധ കൊടുത്തിട്ടുള്ളതാണ്. ചെറുകിട കർഷകരും കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന തൊഴിലാളികളും ജനസംഖ്യയിൽ ഭൂരിപക്ഷം ഉൾപ്പെടുന്ന നമ്മുടെ പഞ്ചായത്തിൻ്റെ വികസനം പ്രധാനമായും ഉൽപ്പാദനം, സംഭരണം, വിപണനം എന്നിവയിൽ ഊന്നി നിൽക്കുന്നതാണ്. ഇതിന് പ്രോത്സാഹനജനകമായ ആട് വളർത്തൽ, മുട്ടക്കോഴി വളർത്തൽ, നെൽകൃഷി, വാഴകൃഷി എന്നിവയ്ക്കുള്ള പദ്ധതികൾ നമ്മുടെ സാധാരണ ജനങ്ങളുടെ വരുമാന ഉപാധിയായി മാറുമെന്നതിൽ സംശയമില്ല. കൃഷിക്കായി 25,31,960 രൂപയും മൃഗസംരക്ഷണത്തിന് 19,60,200 രൂപയും ക്ഷീരവികസനത്തിന് 44,60,000 രൂപയും കുടിവെള്ളം, ശുചിത്വം എന്നിവയ്ക്ക് 86 ലക്ഷം രൂപയും ഭിന്നശേഷി കുട്ടികൾ, വയോജനങ്ങൾ എന്നിവർക്കായി 29 ലക്ഷം രൂപയും വനിതാ വികസനത്തിന് 24 ലക്ഷം രൂപയും പാർപ്പിട മേഖലയ്ക്കായി 1,34,90,000 രൂപയും പശ്ചാത്തല മേഖലയ്ക്കായി 5,41,69,000 രൂപയും തൊഴിലുറപ്പ് പദ്ധതിക്കായി 7,32,76,950 രൂപയും വകയിരുത്തുന്നു. കൃഷി, സമഗ്രമായ സാമൂഹിക സുരക്ഷ, ദാരിദ്ര്യത്തിൽ നിന്നുള്ള പൂർണ്ണമായ മോചനം, മാലിന്യ നിർമ്മാർജ്ജനം എന്നിവ പ്രധാന ലക്ഷ്യങ്ങളാണ്. പാലിയേറ്റീവ് കെയറിനും വയോജനങ്ങൾക്കും വനിതകൾക്കും കർഷകർക്കും യുവജനങ്ങൾക്കും സഹായകമാകുന്ന നിരവധി പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസാദ് PC അറിയിച്ചു. ചെറുകിട കർഷകരും ആ കാർഷിക വൃത്തിയുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന തൊഴിലാളികളും ബഹുഭൂരിപക്ഷം ജനസംഖ്യയിൽ ഉൾപ്പെടുന്ന ഒരു പഞ്ചായത്താണ് വേങ്ങൂർ ഗ്രാമപഞ്ചായത്ത്. കേരളത്തിലെ മറ്റ് പല പഞ്ചായത്തുകളും മറ്റ് പ്രദേശങ്ങളുമൊക്കെ ഈ കാർഷിക വൃത്തിയിൽ നിന്നും മാറിയിട്ട് വ്യവസായ രംഗത്തേക്ക് അത്തരത്തിലുള്ള സംരംഭങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ പോലും വേങ്ങൂർ പഞ്ചായത്തുകളിൽ അത്തരത്തിലുള്ളൊരു സൗകര്യം ഇതുവരെ വന്നു ചേർന്നില്ല, പതുക്കെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും കാർഷിക മേഖലയ്ക്ക് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ളൊരു ബഡ്ജറ്റാണ് നമ്മൾ തയ്യാറാക്കിയിരുന്നത്. കാർഷിക മേഖലയിൽ നിന്നും പല ആൾക്കാരും പിന്നോട്ട് പോകുന്നതിൻ്റെ കാരണം അത് ലാഭകരമായിട്ട് നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ അവർക്ക് വേണ്ട പിന്തുണ സബ്സിഡി ആയിട്ടും മറ്റും നൽകുന്നതിന് വേണ്ടി നല്ലൊരു തുക നമ്മുടെ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കാർഷിക മേഖലയോട് ബന്ധപ്പെട്ടെടുക്കുന്ന മൃഗസംരക്ഷണവും ഈ ക്ഷീരവികസനവുമായി ബന്ധപ്പെട്ടും നല്ലൊരു തുക നമ്മൾ വകയിരുത്തിയിട്ടുണ്ട്. ഈ ക്ഷീര വകുപ്പിലേക്ക് ഏറ്റവും കൂടുതൽ ഫണ്ട് മുൻ വർഷങ്ങളിലൊക്കെ ചെലവഴിച്ചിട്ടുള്ള ഒരു പഞ്ചായത്താണ് ഇത്. അത് ഈ വർഷവും തുടർന്നു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഭിന്നശേഷി വിഭാഗക്കാർക്കും ഈ പറയുന്ന SC/ST വിഭാഗക്കാർക്കും അങ്ങനെ അടിസ്ഥാന വർഗത്തിൽപ്പെട്ട എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവർക്കും വേണ്ട ക്ഷേമ പരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് അതിനോടുള്ള ഫണ്ട് നമ്മുടെ ഈ ബഡ്ജറ്റിലേക്ക് വകയിരുത്തിയിട്ടുണ്ട്. ആരും സാധാരണക്കാരും ഒഴിവാക്കപ്പെടുന്നില്ല എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധ കൊടുത്തിട്ടുള്ളതാണ്. ഉൽപാദനം, സംഭരണം, വിപണനം എന്നിവയിൽ ഊന്നി നിൽക്കുന്നതാണ് പഞ്ചായത്തിന്റെ വികസനം. 36,18,63,290 രൂപ വരവും 34,63,25,835 രൂപ ചെലവും 1,55,37,455 രൂപ നീക്കി ബാക്കിയും വകയിരുത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് സെക്രട്ടറി CB കൊന്താലം, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റോഷ്നി മാത്യു, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PM ദേവസി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെന്നി സാജു, വാർഡ് മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വേങ്ങൂർ.